നമ്മുടെ കുഞ്ഞുങ്ങൾ പോകുന്ന സ്കൂൾ ബസ്സിൽ ഇപ്പോൾ ചെറിയ രീതിയിലൊക്കെ വാക്കേറ്റം ഉണ്ടാവുന്നതും ചെറിയ ചെറിയ സംഘർഷങ്ങളും ഒക്കെ നമ്മുടെയൊക്കെ പഠിക്കുന്ന സമയത്ത് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ആ അടിയൊക്കെ കൂടി കഴിഞ്ഞാൽ അതോട് കഴിഞ്ഞ് തോളിൽ കൈയിട്ട് നടക്കുന്ന കൂട്ടുകാരല്ലേ അതൊരു സ്ഥിരം റാഗിങ്ങിന് കൊണ്ടുപോവുക, ഇതേപോലെയുള്ള ഒരു വ്യക്തിയുടെ അന്തസ്സിനെ ഇടിച്ചു താഴ്ത്തുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളൊക്കെ നമ്മുടെ ചുറ്റുപാടും ഉണ്ടാവുക. എങ്ങനെയാണ് ഇതിനെ വിശദീകരിക്കാൻ കഴിയുക എന്നുള്ളതാണ്. എന്താണ് നമ്മുടെ ചുറ്റുപാടും നടക്കുന്നത് എന്ന പ്രേക്ഷകരുടെ സംശയങ്ങൾ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കുട്ടികൾ വഴിതെറ്റുന്നതിൻ്റെ പ്രധാന കാരണം രക്ഷിതാക്കളാണ്. അങ്ങനെ കരുതുന്നില്ല. അവരെ നമുക്ക് പൂർണ്ണമായി കുറ്റം പറയാനേ കഴിയില്ല. നമ്മളെല്ലാം പലതും പഠിക്കുന്നത് നമ്മുടെ ചുറ്റുപാടും കുട്ടികളിൽ നിന്നും സുഹൃത്തുക്കളിൽ നിന്നുമൊക്കെയാണല്ലോ. ഇതിലൊക്കെ സംഭവിക്കുന്നതിനൊരു കാരണമുണ്ടാവും. ആ കാരണങ്ങൾ കണ്ടെത്തുക എന്നുള്ളതാണ്. മസ്റ്റ് ബാൻ മൊബൈൽ ഫോൺ യൂസേജ് അണ്ടർ 18 ഇയേഴ്സ്. ബാൻ ചെയ്തില്ലെങ്കിലും അതിൻ്റെ ഉപയോഗം കുറയ്ക്കേണ്ടതുണ്ട് എന്ന കാര്യത്തിൽ ആർക്കും തർക്കമുണ്ട് എന്ന് തോന്നുന്നില്ല. ഇത് ഗുണത്തെക്കാളേറെ ദോഷം ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ വരുന്ന പഠനങ്ങളും. പല സ്കൂളുകളും ഇത്തരം പരാതികൾക്ക് വേണ്ടത്ര ഗൗരവം നൽകാതെ പ്രശ്നം സങ്കീർണമാക്കുന്നു എന്നും പലപ്പോഴും പറയാറുണ്ട്. ശരിയാണ്, അതിനൊക്കെ കൃത്യമായ കൗൺസിലിങ്ങിനുള്ള സംവിധാനം സ്കൂളുകളിൽ ഉണ്ടാവുക തന്നെ വേണം. അമേരിക്കയൊക്കെ വികസിത രാജ്യമായിട്ടും അവിടെ തോക്ക് ഉപയോഗിച്ചു വരുന്ന വിദ്യാർത്ഥികളുടെ കഥ നമ്മൾ കേൾക്കാറില്ലേ? നമ്മുടെ നാടും അങ്ങനെയൊക്കെ മാറുകയാണോ എന്നുള്ളതാണ്. കുട്ടിത്തം നമ്മുടെ കുട്ടികളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുന്നുണ്ടോ? ഹൃദയബന്ധങ്ങൾ സൂക്ഷിക്കാൻ കുഞ്ഞുങ്ങൾക്ക് കഴിയാതെ വരുന്നുണ്ടോ? ആത്മാർത്ഥ സുഹൃത്തുക്കൾ നമ്മുടെ ഇടങ്ങളിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നുണ്ടോ? നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കൂ. ഉണ്ടെന്നുള്ളതല്ലേ സത്യം. നേരത്തെ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ ചിന്താവിഷയത്തെക്കുറിച്ച് ഒരുപാട് പേര് കമൻ്റ് ഇട്ടു. അതിലൊരാൾ പറഞ്ഞ കഥ, ഒരു കടയുണ്ടത്രേ. ആ കടയിൽ ഒരുപാട് പേര് വർത്തമാനം പറയാൻ ഇങ്ങനെ നിരന്നിരിക്കും. ആ നിരന്നിരിക്കുന്ന ആളുകളിൽ ഒരാൾ ഒറ്റയ്ക്ക് എഴുന്നേറ്റ് പോവില്ല. പോകുന്നെങ്കിൽ എല്ലാവരും കൂടി ഒരുമിച്ച് പോകത്തുള്ളൂ. കാര്യം എഴുന്നേറ്റ് പോകുന്ന ആളെക്കുറിച്ചായിരിക്കും പിന്നീട് ചർച്ച നടക്കാൻ പോകുന്നത്. ഇങ്ങനെയുള്ള അവസ്ഥയിലേക്കൊക്കെ നമ്മുടെ സമൂഹം വന്നിട്ടുണ്ടോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം.